അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ശരാശരി 13 കിലോമീറ്ററാണ് ഇതിൻ്റെ ഉയരം. ധ്രുവപ്രദേശങ്ങൾക്കു സമീപം ശരാശരി 8 കിലോമീറ്ററും ഭൂമധ്യരേഖയോടടുത്ത് ശരാശരി 18 കിലോമീറ്ററും ഉയരത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഭൂമധ്യരേഖയോടടുത്താണ് ട്രോപ്പോസ്ഫിയർ ഏറ്റവും കൂടുതൽ കനത്തിൽ വ്യാപിച്ചു കിടക്കുന്നത്. ശക്തമായ ലംബതല വായുപ്രവാഹത്തിൽ താപം വളരെ ഉയരങ്ങളിലേക്ക് പ്രസരിക്കുന്നതാണ് ഇതിനു കാരണം. അന്തരീക്ഷത്തിലുള്ള മേഘങ്ങളുടെയും ജലബാഷ്പത്തിൻ്റെയും ധൂളി ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലത്തെ പരിധി ട്രോപ്പോപോസ് എന്ന് അറിയപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലത്തെ പരിധി ട്രോപ്പോപോസ് എന്ന് അറിയപ്പെടുന്നു. 165 മീറ്റർ ഉയരത്തിന് 1 ഡിഗ്രി എന്ന നിരക്കിൽ ട്രോപ്പോസ്ഫിയറിലെ താപനില കുറഞ്ഞു വരുന്നു. 165 മീറ്റർ ഉയരത്തിന് 1 ഡിഗ്രി എന്ന നിരക്കിൽ ട്രോപ്പോസ്ഫിയറിലെ താപനില കുറഞ്ഞു വരുന്നു. പ്രധാനപ്പെട്ട എല്ലാ ജൈവ പ്രവർത്തനങ്ങളും ഈ അന്തരീക്ഷ പാളിയിലാണ് നടക്കുന്നത്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപോസ്. ട്രോപ്പോപോസിലെ താപനില ഭൂമധ്യരേഖാ പ്രദേശത്ത് -80 ഡിഗ്രി സെൽഷ്യസും ധ്രുവപ്രദേശത്ത് -45 ഡിഗ്രി സെൽഷ്യസും ആണ്. ട്രോപ്പോപോസിലെ താപനില ഭൂമധ്യരേഖാ പ്രദേശത്ത് -80 ഡിഗ്രി സെൽഷ്യസും ധ്രുവപ്രദേശത്ത് -45 ഡിഗ്രി സെൽഷ്യസും ആണ്. ഇവിടുത്തെ താപനില ഏതാണ്ട് സ്ഥിരമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ട്രോപ്പോപോസ് എന്ന് അത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ താപനില ഏതാണ്ട് സ്ഥിരമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ട്രോപ്പോപോസ് എന്ന് അത് അറിയപ്പെടുന്നത്. ഈ മേഖലയിൽ കാറ്റോ ലംബതല വായുപ്രവാഹമോ അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയിൽ കാറ്റോ ലംബതല വായുപ്രവാഹമോ അനുഭവപ്പെടുന്നില്ല. ഏതാണ്ട് 1.5 കിലോമീറ്റർ കനത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്റർ കനത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപോസ്. ട്രോപ്പോപോസിലെ താപനില ഭൂമധ്യരേഖാ പ്രദേശത്ത് -80 ഡിഗ്രി സെൽഷ്യസും ധ്രുവപ്രദേശത്ത് -45 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇവിടുത്തെ താപനില സ്ഥിരമായി നിൽക്കുന്നു. അതുകൊണ്ടാണിത് ട്രോപ്പോപോസ് എന്ന് അറിയപ്പെടുന്നത്. ഈ മേഖലയിൽ കാറ്റോ ലംബതല വായുപ്രവാഹമോ അനുഭവപ്പെടുന്നില്ല. ഏതാണ്ട് 1.5 കിലോമീറ്റർ കനത്തിൽ ട്രോപ്പോപോസ് വ്യാപിച്ച് കിടക്കുന്നു. ഹരിതഗൃഹ പ്രഭാവം നടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഹരിതഗൃഹ പ്രഭാവം നടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥാ വ്യതിയാനവും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനവും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ്. ഹരിതഗൃഹ പ്രഭാവം നടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥാ വ്യതിയാനവും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ്. കൂടാതെ മഴ, മഞ്ഞ്, കാറ്റ്, മഴ, മഞ്ഞ്, കാറ്റ് എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. മഴ, മഞ്ഞ്, കാറ്റ് എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. ജെറ്റ് സ്ട്രീം നടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ജെറ്റ് സ്ട്രീം നടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ.
ജെറ്റ് സ്ട്രീം എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലത്തെ പാളികളിലൂടെ തിരശ്ചീനമായി വീശുന്ന കാറ്റാണ് ജെറ്റ് സ്ട്രീം. ജെറ്റ് സ്ട്രീം എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലെ പാളികളിലൂടെ തിരശ്ചീനമായി വീശുന്ന ജിയോസ്ട്രോഫിക് കാറ്റ് അല്ലെങ്കിൽ തിരശ്ചീനമായി വീശുന്ന കാറ്റാണ് ജെറ്റ് സ്ട്രീം. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.